മാർട്ടിൻ ജോർജ് അവർ, സമാദരണീയനായ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ മെമ്പർ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ വി എ നാരായണൻ അവർ, ബഹുമാന്യനായ സജീവേട്ടൻ, ദിവാകരേട്ടൻ ഉൾപ്പെടെ ബഹുമാന്യരായ രാജീവേട്ടനും അമൃതേക്ഷയും ഉൾപ്പെടെ മണ്ഡലം പ്രസിഡന്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വളരെ വൈകാരികമായ ഒരു നിമിഷത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഇന്ന് സംഗമിച്ചിരിക്കുന്നത്. ഈ ഓഫീസിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട നാരായണൻ എന്നോട് പറഞ്ഞപ്പോ ഞങ്ങളെല്ലാം സ്വാഭാവികമായും സാധാരണ ഒരു ഓഫീസ് ഉദ്ഘാടനത്തിന്റെ സന്തോഷവും ആഹ്ലാദവും മനസ്സിൽ കൊണ്ടു നടന്ന ഈ ദിവസത്തിനകത്ത് തയ്യാറായി നിന്നതാണ്. ഇന്ന് പുലർച്ചെയാണ് പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ വിജീഷ് ഇരവട്ടി എന്നെ വിളിക്കുന്നത്. രാവിലെ പുലർച്ചെ അതിരാവിലെ തുടർച്ചയായ ഫോൺ കോൾ കണ്ട് എടുക്കുമ്പോഴാണ് നമ്മുടെ ഓഫീസ്, കനാൽക്കരയിലെ ഓഫീസ് ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ നിന്ന ഓഫീസ് തകർക്കപ്പെട്ടുവെന്നും വാതിലിന്റെ അടുത്ത് ഇപ്പോഴും തീയും പുകയും ഉയരുന്നുണ്ട് എന്നും ഇവിടെ പോലീസ് ഉണ്ടോ എന്നൊക്കെ അറിയിച്ചെന്നെ വിളിച്ചത്. ഒരു വൈകാരികതയാണ്. സാധാരണ കോൺഗ്രസിന്റെ പ്രവർത്തകരെ സംബന്ധിച്ച് കോൺഗ്രസ് ഓഫീസുകൾ കോൺഗ്രസിന്റെ പ്രവർത്തകരെ സംബന്ധിച്ച് അവരുടെ വീട് പോലെയാണ്, രണ്ടാമത്തെ ഒരു ഭവനമാണ്, വല്ലാത്തൊരു വൈകാരികതയാണ്. CPM ഓഫീസുകൾ അവരെ സംബന്ധിച്ച് അവർക്ക് കള്ളും കഞ്ചാവും സൂക്ഷിക്കാനുള്ള അവരുടെ നാട്ടിലെ പൊതുജന ശല്യത്തിന്റെ ഇടങ്ങളായി അവർക്ക് കാണാമെങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ വീട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും വലിയ അഭയകേന്ദ്രമാണ് ഞങ്ങളുടെ ഓഫീസ്. ആ ഓഫീസ് ഈ രീതിയിൽ, പ്രത്യേകിച്ച് ഉദ്ഘാടന ദിവസം, ഗൃഹപ്രവേശനം പോലെ ഞങ്ങളുടെ ഓഫീസിന്റെ ഒരു ഉദ്ഘാടന ദിവസം ഞങ്ങൾക്ക് ഈ വേദനയുള്ള കാഴ്ച കാണേണ്ടി വന്നത് അത് ജീവിതത്തിൽ ഒരിക്കലും പിണറായിയിലെ പാർട്ടി പ്രവർത്തകർ മറക്കില്ല എന്ന് ആദ്യമായി ഇവിടെ നിങ്ങളെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. ഒരുപക്ഷെ ഈ ഓഫീസ് തകർത്ത്, ഇവിടെ ജനൽ ചില്ലകൾ തകർത്തു, വാതിൽപ്പടിയിൽ തീവച്ചു, ഇവിടുത്തെ CCTV അതടിച്ചു കൊണ്ടുപോയി, ഉള്ളിലുൾപ്പെടെ ആയിരക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ. നേരത്തെ DCC പ്രസിഡന്റ് പറഞ്ഞു, ഇവിടെ ഈ ഓഫീസ് എടുക്കാനുണ്ടായ കഷ്ടപ്പാട്. കാലങ്ങൾക്ക് മുമ്പേ ഇത്തരമൊരു സ്ഥലം വാങ്ങിവെച്ച് മനോഹരമായ രീതിയിൽ ഈ ഓഫീസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. CPM ഓഫീസ് എടുത്തതുപോലെ ഒരു ചാരായ കച്ചവടക്കാരന്റെയും പൈസ ഈ ഓഫീസിനകത്തില്ല. CPM ഓഫീസുകൾ പൊക്കുന്നത് പോലെ ഒരു ലോട്ടറി മാഫിയക്കാരന്റെയും പൈസ ഈ ഓഫീസിനകത്തില്ല. CPM ഓഫീസ് എടുക്കുന്നത് പോലെ ഒരു നാട്ടിലൊരു സാമൂഹ്യ വിരുദ്ധന്റെയും പൈസ ഈ ഓഫീസിനകത്തില്ല. മാന്യമായി ഇവിടുത്തെ കോൺഗ്രസിന്റെ പ്രവർത്തകർ, നേരത്തെ പറഞ്ഞു പ്രിയപ്പെട്ട ബാലകൃഷ്ണനും പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും, ഓരോരുത്തരും അവരൊന്നും സമ്പന്നരല്ല, ഈ നാട്ടിലെ മുതലാളിമാരല്ല. അവരെല്ലാം അവരവരുടെ അംഗത്തിന് വേണ്ടി, അവരുടെ കുടുംബത്തിന് വേണ്ടി നീക്കിവെച്ച തുകയിൽ നിന്ന് ഒരു തുക മാറ്റിവെച്ച് വർഷങ്ങളുടെ കഠിനാധ്വാനമെടുത്ത് അതിൽ 1 ലക്ഷം രൂപ എടുത്തവരുണ്ട്, 2 ലക്ഷം രൂപ എടുത്തവരുണ്ട്. ഈ ഓഫീസ് മനോഹരമായി ദിവസങ്ങളോളം, പല ദിവസവും പണിക്കാരെ പോലും ഏൽപ്പിക്കാതെ ഇതിന്റെ പല പ്രവർത്തനങ്ങളും നേരിട്ട് പകലില്ലാതെ പണിയെടുത്ത് ഇങ്ങനെ ഒരു ഓഫീസ് മനോഹരമായി ഈ രീതിയിൽ ഇവിടെ കെട്ടിയുയർത്തി, പ്രിയദർശിനി മന്ദിരം എന്ന പേരിൽ പ്രിയപ്പെട്ട CV കുഞ്ഞിക്കണ്ണൻ സ്മാരക റീഡിംഗ് റൂമും ഇവിടെ കെട്ടിപ്പൊക്കുമ്പോ ഇതിനൊരു ലക്ഷ്യമുണ്ട്. ഈ ഓഫീസ് എന്ന് പറയുന്നത് ഈ നാടിന്റെ ഒരു അഭയകേന്ദ്രമാവണം, ഒരാശ്രയ കേന്ദ്രമാവണം, നാട്ടിലൊരു വായനശാലയാവണം. ഇവിടുത്തെ സാധാരണക്കാരന്, കർഷകന്, കർഷക തൊഴിലാളിക്ക്, യുവാക്കൾക്ക്, യുവതികൾക്ക്, വിദ്യാർത്ഥികൾക്ക്, ഇവിടെ കടന്നു വരുന്നവർക്ക് അവർക്ക് സ്വച്ഛന്തമായി ഇവിടെ കയറിയിരിക്കാൻ സാധിക്കണം. ഈ നാടിന്റെ ജനങ്ങളുടെ എല്ലാവിധ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒരു അഭയ കേന്ദ്രമായി, ആശ്രയ കേന്ദ്രമായി ഈ ഓഫീസ് മാറണമെന്ന താല്പര്യത്തിന്റെ പുറത്താണ് വീട് പണി പോലും പൂർത്തിയാക്കാത്ത പ്രിയപ്പെട്ട പല കോൺഗ്രസിന്റെ പ്രവർത്തകരും ഈ ഓഫീസിന്റെ പണി പൂർത്തിയാക്കാൻ അവരുടെ വിയർപ്പിന്റെ അധ്വാനത്തിന്റെ കാശ് മുടക്കി ഈ ഓഫീസ് കെട്ടിപ്പൊക്കിയത്. ഇവിടെ തൊട്ടപ്പുറത്ത് ഒരു CPM ഓഫീസുണ്ട്. നേരാമണ്ഡം ബിൽഡിംഗിന്റെ പെർമിറ്റ് പോലും പിണറായി പഞ്ചായത്തിൽ ആ ഓഫീസിനകത്തില്ല. അവിടെയും ഷീറ്റ് ഇട്ടിട്ടുണ്ട്, അതിന് പെർമിഷൻ ഇല്ല. പക്ഷേ ഈ ഓഫീസിന്റെ മുന്നിൽ ഒരു ഷീറ്റ് ഇട്ടപ്പോ ഇതിനെ മുടക്കാൻ നിൽക്കുന്നവർ ഇവിടെ ഈ ഷീറ്റിനെ പോലും ഭയക്കുന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ CPM-കാരാ, നിന്റെ ചൊറിച്ചിലിന് വല്ല മുറിക്കലും കയറ് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഇതിന് മറുപടി പറയാനുള്ളത്. നിങ്ങൾ തകർക്കാൻ നോക്കി, നിങ്ങൾ ആളുകളെ പിന്തിരിപ്പിക്കാൻ നോക്കി. നേരത്തെ DCC പ്രസിഡന്റ് ഇവിടെ പറഞ്ഞില്ലേ, ചില്ല് വെക്കുമ്പോ നിങ്ങൾ നല്ല ചില്ല് വെക്കണ്ട, ഞങ്ങൾക്ക് പൊളിക്കാനുള്ളതാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഭയപ്പെടുത്താൻ നോക്കി. നിന്റെ ഭയപ്പാടിന്റെ മുന്നിൽ ഈ ദിവസക്കാലം പൊളിഞ്ഞ ചില്ലോടുകൂടി ഞങ്ങൾ ഈ ഓഫീസ് ഇവിടെ കെട്ടിപ്പൊക്കിയിട്ടുണ്ടെങ്കിൽ അഭിമാനത്തോടുകൂടി ഇത് നെഞ്ചു നിവർത്തി സംരക്ഷിക്കാനും ഈ പാലന്തയിലെ പിണറായിയിലെ പാർട്ടി പ്രവർത്തകർക്ക് ഈ നാട്ടിനകത്ത് സാധിക്കും. ഇരുട്ടിന്റെ കാലസന്ധതികൾ ഇവിടെ നിന്നിട്ടോ രാവിലെ ഒരു നാടകം, ഞങ്ങൾ ആരുമില്ലാത്ത നേരത്ത്
DCC പ്രസിഡന്റൊക്കെ വന്നുപോയി, നേതാക്കന്മാരൊക്കെ വന്നുപോയ സമയത്ത് CPM-ന്റെ ഒരു സന്ദർശനം. എന്നിട്ട് പറയുന്നു, ചില സാമൂഹ്യ വിരുദ്ധരാണ് ഇതിന്റെ പിന്നിലെന്ന്. ആ സാമൂഹ്യ വിരുദ്ധരെ ഞങ്ങൾ കാട്ടിത്തരാണോ? നിന്റെ വിധേയന്റെ പോലീസിനോട്, പിണറായി CI-യോട് ഈ CCTV ദൃശ്യം ഒന്ന് ഞങ്ങൾക്ക് തരാൻ പറയാം. അത്ര ധൈര്യമുണ്ടെങ്കിൽ, ആ പൊളിച്ചവനെ തള്ളിപ്പറയാനുള്ള ആർജവത്വമുണ്ടെങ്കിൽ ആ CCTV ദൃശ്യത്തിനകത്ത് ഇത് പൊളിക്കാൻ വന്നവരെ കൃത്യമായ ദൃശ്യങ്ങൾ അതിനകത്തുണ്ട്. ഈ സമയം വരെ ഇവിടെ 24 മണിക്കൂറുകൾ അടുക്കുന്നതാണ്. ഈ സമയം വരെ ആ ദൃശ്യം ഒന്ന് പുറത്തുവിടാനോ, ചോദിച്ച ഞങ്ങൾക്ക് CCTV പൈസ ഉപയോഗിച്ച് വെച്ച ഞങ്ങൾക്കൊന്ന് കൈമാറാനോ, അതിനകത്ത ദൃശ്യങ്ങൾ എന്താണ് എന്നൊരു വിവരം പറയാനോ പരാതിക്കാരനായ ബാലകൃഷ്ണൻ ഉൾപ്പെടെ ഈ സമയം വരെ പിണറായി പോലീസ് തയ്യാറായിട്ടില്ല. ആരെയാ സംരക്ഷിക്കുന്നത്? CPM-ന് പങ്കില്ലെങ്കിൽ, അത്ര തന്റെ നെഞ്ചു നിവർത്തി പറയാനുണ്ടെങ്കിൽ ഇത് പൊളിച്ചവന്റെ CCTV ദൃശ്യങ്ങൾ കിട്ടിയാൽ അവന്റെ വീട്ടിൽ കയറി അടിക്കാനുള്ള കളി ഇവിടുത്തെ കോൺഗ്രസിന് ഞങ്ങൾ കാണിച്ചു തരാം. ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ? CI ഇവിടെ ഉണ്ടല്ലോ, SI ഇവിടെ ഉണ്ടല്ലോ, ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഉണ്ടല്ലോ. നട്ടലിന്റെ സ്ഥാനത്ത് ഒരു വാഴപ്പണ്ടിയെങ്കിലും ഉണ്ടെങ്കിൽ ആ ദൃശ്യത്തിലുള്ളവരെ അറസ്റ്റ് ചെയ്ത് ആർജവത്വം കാണിക്കാൻ പിണറായി പോലീസ് തയ്യാറാകണം. ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുമെന്നൊന്നും കരുതണ്ട. DCC പ്രസിഡന്റ് പറഞ്ഞത് ഇത് ചെറിയ കാര്യമായ ഒരു സാധാരണ ഓഫീസ് തകർക്കലായി കാണാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. ഇവിടുത്തെ വിരലിലുണ്ടാവുന്ന പ്രവർത്തകർ, അവരുടെ കഷ്ടപ്പാട്, അതിന് പിന്തുണ കൊടുക്കുന്ന മണ്ഡലം പിണറായി മണ്ഡല കോൺഗ്രസ് കമ്മിറ്റി, അവരുടെ ത്യാഗം, അവരുടെ പ്രയാസം, ആ പ്രയാസം നെഞ്ചിലേറ്റിക്കൊണ്ടാണ് പ്രിയപ്പെട്ട KPCC പ്രസിഡന്റ് അദ്ദേഹം ഇവിടെ വൈകാരികമായി അദ്ദേഹം കടന്നു പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ഓഫീസിന്റെ മുഴുവൻ ചെലവും അത് സുധാകരനിലൂടെ KPCC വഹിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഞങ്ങൾ അവസാനത്തെ താക്കീത് പറയുന്നു, അതിലെങ്ങാനും ഒരു തരി മണ്ണ് വീണാൽ ആ മണ്ണിടുന്നാൽ ജീവനോടെ ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറയുകയാണ്. കാരണം ഞങ്ങൾക്ക് അത്രമേൽ വൈകാരികതയുണ്ട്, അത്രമേൽ പ്രയാസമുണ്ട്. ഞങ്ങളുടെ ഹൃദയ വികാരമാണ് ഞങ്ങളുടെ ഓഫീസ്. എന്താ വിചാരിച്ചത്? അവർക്ക് ഇവിടെ CPM-ന്റെ ചില ആളുകൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി, ഇതാദ്യമായിട്ടല്ല, ഇതിനു മുമ്പ് പല പിണറായിയുടെ പല കോൺഗ്രസ് ഓഫീസുകളും കരിയോയിൽ ഒഴിച്ചിട്ടുണ്ട്, കത്തിച്ചിട്ടുണ്ട്, തകർത്തിട്ടുണ്ട്. ജയരാജനെ അറസ്റ്റ് ചെയ്തപ്പോ ഈ ജില്ലയിലെ 100-ലധികം ഓഫീസുകൾ തകർത്തിട്ടുണ്ട്. DCC ഓഫീസ് പോലും തകർക്കാൻ മുന്നോട്ട് വന്നവരാണ്. നിങ്ങൾ എന്ത് നേടുന്നു? നേതാക്കന്മാർ മുഴുവൻ ചോദിച്ച ചോദ്യം അതാണ്. ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ തകർക്കുന്നത്? ഞാനിവിടെ വരുമ്പോ തൊട്ടടുത്ത ഓഫീസിൽ നിന്ന് കുറെ ക്രിമിനലുള്ളവർ അവരിങ്ങനെ നടക്കുന്നുണ്ട്. ഓഫീസിലൊക്കെ നെഞ്ചു നിവർത്തി ഞങ്ങളൊക്കെ വരുന്നത് വീഡിയോ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ കാണുമ്പോ താല്പര്യം ഉണ്ടാവും. കാരണം നിങ്ങളെ നേതാക്കന്മാരെ 1 മീറ്റർ ദൂരത്തിൽ പോലും കാണാൻ പറ്റാത്തവർ ഞങ്ങളൊക്കെ കാണുമ്പോൾ ആഗ്രഹം ഉണ്ടാവും. ഫോട്ടോ എടുക്കേണ്ടവനൊക്കെ എടുത്തിട്ട് തന്നെ പോവുക. DCC പ്രസിഡന്റൊക്കെ വരുമ്പോ ദൂരം നിന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്താ കരുതുന്നത്? നിങ്ങൾ ഫോണൊന്ന് ഉയർത്തിപ്പിടിച്ച ഞങ്ങളിന്ന് പേടിച്ചു പോകുമെന്ന് ഈ കലാൽക്കരയിലെ CPM-കാരൻ കരുതിയോ? നിങ്ങൾ ഏത് ലോകത്താണ്? ഓഫീസിന് തകർത്തു എന്ന് കേട്ടപ്പോ ഈ ജില്ലയിലെ ഒരു നിര കോൺഗ്രസ് നേതാക്കന്മാർ മുഴുവൻ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്തെങ്കിൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇനിയൊരടി നിങ്ങൾ മുന്നോട്ട് വെച്ചാൽ ഈ ഓഫീസിന് നേരെ വിരൽ ചൂണ്ടിയാൽ ആ വിരൽ ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ ആവർത്തിച്ച് തിരിച്ചു പറയാൻ കാരണം അത് തന്നെയാണ്. ഈ ഓഫീസ് സംരക്ഷിക്കേണ്ട ബാധ്യത ഇന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കുണ്ട്, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്കുണ്ട്. അതുകൊണ്ട് ഇനി അത്തരം പ്രവണതകൾക്ക് മുതിരണ്ട. ഇത് പൊളിച്ചവർക്ക് സ്വാഭാവികമായും അത് തിരിച്ചടി ഉണ്ടാവും. പണ്ട് മര്യാദം മൊയ്തീനെ കൊന്നവൻ, കട്ടൻ രാജു എന്ന് പറഞ്ഞവൻ പിന്നീട് തെരുവിൽ ശ്വാസം കിട്ടാതെയാണ് പെട്ടെന്ന് മരിച്ചതെന്ന് ചരിത്രം അറിയുന്ന ആളുകളൊന്ന് അവിടെ ചോദിച്ചു നോക്കണം. കണ്ണൂരിനകത്ത് കൊല്ലപ്പെട്ട CPM-ന്റെ രക്തസാക്ഷികൾ, ക്രിമിനലുകൾ, അവരൊക്കെ എന്തെല്ലാം ചെയ്തിട്ടാണ് ഈ രീതിയിൽ അവർ കൊല്ലപ്പെട്ടതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. നിങ്ങളിപ്പോ ഏറ്റവും ഒടുവിൽ എന്തിനു കൊന്നു കോൺഗ്രസ് എന്ന് ചോദിച്ച് നിഖിൽ പൈലുമാരെ കുറിച്ച് പ്രസംഗിക്കുമ്പോ അത്തരം ആളുകൾ സൃഷ്ടിക്കുന്നത് ഇതുപോലത്തെ തെരുവ് തെമ്മാടികളാണ്. ആ തെരുവ് തെമ്മാടികളെ നിയന്ത്രിക്കാൻ പിണറായിയുടെ CPM-ന്റെ നേതൃത്വത്തിന് സാധിച്ചിട്ടില്ലെങ്കിൽ അത്തരം അക്രമ സംഭവങ്ങൾ ഈ നാട്ടിനകത്തുണ്ടായാൽ ഞങ്ങളെ കുറ്റം പറയണ്ടായിരുന്നു. താക്കീതിന്റെ എല്ലാ വെല്ലുവിളിയുടെ സ്വരത്തിൽ തന്നെ CPM-നെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ എവിടെയുണ്ടോ? ആരെ കണ്ടിട്ടാണ്? നേരത്തെ പറഞ്ഞു, കുറുവാ സംഘത്തെ പോലും തോൽപ്പിക്കുന്ന രീതിയിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഈ പിണറായിക്കാരൻ വിധേയനെ കണ്ടിട്ടാണോ നിങ്ങൾ ഈ ഓഫീസിൽ തീരാൻ വന്നത്? നിങ്ങൾ ഓഫീസിന്റെ ജനൽ പൊളിക്കാൻ വന്നത്? ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ ചെങ്കൊടി ചേർത്തി പിടിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ചെകുവേരയുടെ ചിത്രം വരയ്ക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ കോൺഗ്രസ് ഓഫീസിന്റെ ഉദ്ഘാടനം നടക്കുന്ന ദിവസം ഈ വരുന്ന വഴിക്ക് നിങ്ങൾ കൊടിതോരണങ്ങൾ കൊണ്ട് അലങ്കാരം നടത്തിയത്? ആർക്ക് വേണ്ടിയാ നിങ്ങൾ ഈ പാർട്ടിയുടെ പതാക ഉയർത്തി പിടിക്കുന്നത്? വിജയ
വിജയന് വേണ്ടിയിട്ടോ മുണ്ടയിൽക്കാരന്റെ മകൻ വിജയൻ ഇന്ന് കമ്മ്യൂണിസ്റ്റ് അല്ലടോ. ഈ നാട്ടിലെ ഏറ്റവും വലിയ കൊള്ളത്തലവനാണ്. ചെമ്പിനകത്ത് സ്വർണം കടത്തുന്ന പെരുങ്കള്ളനാണ്. 374 കോടി രൂപ മലബാറിലെ ചാരുതുപ്പന്റെ ക്യാൻസർ രോഗിയുടെ പേരിൽ വെട്ടുപിടിങ്ങിയ കാട്ടുകള്ളനാണ്. സ്വന്തം മകൻ ഈ നാട്ടിനകത്ത് എന്ത് മോഷണം കൊള്ള നടന്നാലും ഗവൺമെന്റിന്റെ പൊതുഖജനാവ് അത് കൊള്ളയടിക്കുന്ന സംഭവം ഉണ്ടായാലും അതിനകത്ത് പിണറായി വിജയന്റെ മകളെ പ്രതിയാണ്. ഇവിടെ ക്യാമറ ഇടപാടിനകത്ത് കോടികൾ അഴിമതി നടന്നപ്പോ പിണറായി വിജയന്റെ മകൻ വിവേകനൻ ആ കേസിനകത്ത് പ്രതിയാണ്. ഇവിടെ ഡാറ്റ തട്ടിപ്പിലൂടെ സ്പ്രിംഗ്ലർ ഇടപാട് നടന്നപ്പോ പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ആ കേസിനകത്ത് പ്രതിയാണ്. ഈ നാട്ടിനകത്ത് കരിമണൽ കർത്തയുടെ അക്കൗണ്ടിൽ നിന്ന് കോടിക്കണക്കിന് രൂപ അത് അക്കൗണ്ടിലേക്ക് ഒഴുകുമെന്ന് കേസ് അന്വേഷിച്ചപ്പോ ഈ പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ആ കേസിനകത്ത് പ്രതിയാണ്. ഇങ്ങനെ മകൾക്ക് വേണ്ടിയിട്ട് ഈ നാട് തീറെഴുതി കൊള്ളയടിക്കുന്ന കാട്ടുകള്ളൻ ഈ വിജയന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പാനുണ്ടയിലും നെരുവട്ടയിലും വെണ്ടിട്ടായിലും നിങ്ങൾ ഈ കൊടി ഉയർത്തി പിടിക്കുന്നത്. ആ വിജയനിൽ എന്ത് കമ്മ്യൂണിസ്റ്റാണ്? കമ്മ്യൂണിസ്റ്റ് ലാഞ്ചന പോലും ആ മനുഷ്യനിലില്ല. ഒരു നവകേരള സദസ്സ് നടത്തി ആർക്കു വേണ്ടി? എന്നിട്ടോ ഒരു പരിപാടിയാണ്. വിജയൻ ഏത് തൊഴിലാളി വർഗത്തെയാണ് ഈ നാടിനകത്ത് പ്രതിനിധീകരിക്കുന്നത്? ഇവിടെ എല്ലായിടത്തും പിണറായിലും പരിപാടി നടത്തപ്പോ ആദ്യം കണ്ടത് പൗരപ്രമുഖരെയാണ്. പൗരപ്രമുഖരെ ആദ്യം കണ്ടു. എന്നിട്ട് സാധാരണക്കാരെ സ്റ്റേജിൽ കണ്ട നാടൻ കെട്ട പരിപാടി നടത്തുമ്പോ പിണറായി വിജയൻ ഈ നാടിന് കൊടുക്കുന്ന മെസ്സേജ് എന്താ? ആ പിണറായി വിജയനാണോ? പിണറായി വിജയന് വേണ്ടിയിട്ടായി നിങ്ങൾ കൊടിയേറുന്നത്? വെളുത്ത ഇന്നോവ മാറ്റി കറുത്ത ഇന്നോവ മാറ്റി ഇന്നോവ ക്രിസ്റ്റ മാറ്റി കിയോ കാർണിവൽ മാറ്റി 75 ലക്ഷം രൂപ കൊടുത്ത് വാടകയ്ക്ക് ഹെലികോപ്റ്റർ എടുത്തു വെച്ചിട്ടും 1 കോടി രൂപയുടെ ബസ് യാത്രയ്ക്ക് വാങ്ങി ഈ നാട് കൊള്ളയടിക്കുന്ന പിണറായി വിജയൻ എന്ത് തൊഴിലാളി വർഗ രാഷ്ട്രീയമാണ്, ആവേശമാണ് വെങ്കിട്ടായിലെ ചെറുപ്പക്കാർ കാണുന്നത്? ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. കെ നയനാർ പറയുന്നു. ഇന്നലെ കെ നയനാരുടെ ശാരദ ടീച്ചറുടെ പ്രസംഗം ഈ നാട് കേട്ടതാണ്. ഞാൻ ചോദിക്കട്ടെ, 2 ചെറുപ്പക്കാർ ഒന്ന് കരിങ്കൊടി ഉയർത്തിയപ്പോ ആ ചെറുപ്പക്കാരുടെ തലയടിച്ച് പൊട്ടിച്ച് രക്തം വാർന്ന് മരണത്തെ മുഖാമുഖം കിടന്ന് തലശ്ശേരി ആശുപത്രി കിടന്നപ്പോ ആ പ്രതിഷേധത്തെ കുറിച്ച് ചോദിച്ചപ്പോ വിജയം പറഞ്ഞത് അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് എന്നാണ്. ജീവൻ രക്ഷാപ്രവർത്തനം. ഇയാൾക്കൊല്ലേ 2 മക്കള്, വിവേകും വീണയും. ഒരു മനുഷ്യൻ, അന്തസ്സുള്ള അഭിമാനമുള്ള ഒരു മനുഷ്യൻ പറയുന്ന വാക്കാണോ കേരളത്തിനകത്ത് പിണറായി വിജയൻ പറഞ്ഞത്? ആ പിണറായി വിജയനിൽ ആവേശം കൊണ്ടിട്ടാണോ നിങ്ങൾ ഈ നാട്ടിനകത്ത് കൊടിയേർക്കുന്നതും കോൺഗ്രസ് ഓഫീസ് പൊളിക്കാൻ നിൽക്കുന്നതും? വേറെ ആരാടോ? എം വി ഗോവിന്ദന്റെ മകൻ ശാന്തിത്ത്. ആ ശാന്തിത്തിന് ഓഹരി കൊടുക്കണമെന്ന് പറഞ്ഞ് കൊടുക്കാത്തതിന്റെ പേരില പാർദാസ് കൺവെൻഷൻ സെന്ററിന് അനുമതി നിഷേധിച്ച് താന്തൂർ ഷാജനെ 1 മുഴം കയറിനകത്ത് കാൽമുളത്തിലേക്ക് തള്ളിവിട്ടത് ഈ പറയുന്ന ഗോവിന്ദ മാഷിന്റെ മകൻ ശാന്തിത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ താല്പര്യമാണ്. ഭാര്യ ശ്യാമളയെ വെച്ചിട്ട് ആ കെട്ടിടത്തിന് അനുമതി നിഷേധിച്ചിട്ട് കൊന്നതാണ് താന്തൂരിലെ ഷാജനെയെന്ന് ആർക്കാണ് അറിയാത്തത്? അധികാരത്തിന്റെ ദുരമൂത്ത എം വി ഗോവിന്ദൻ. ഭാര്യ 10 വർഷം മുനിസിപ്പൽ ചെയർപേഴ്സണാണ് ശ്യാമള. തളിപ്പറമ്പിന്റെ ആന്തൂരിന്റെ 10 വർഷം MLA ആയിരുന്നു എം വി ഗോവിന്ദൻ. അധികാരത്തിന്റെ കൊതിമാരാതെ ഈ ഭാര്യയും ഭർത്താവും 20 വർഷം തളിപ്പറമ്പിന്റെ രാഷ്ട്രീയ അധികാരം മുഴുവൻ കയ്യിൽ വെച്ചവർ. ഞാൻ അവിടെ കഴിഞ്ഞ തവണ നിയമസഭയിൽ മത്സരിക്കാൻ പോകുമ്പോ വീണ്ടും വന്നു എം വി ഗോവിന്ദൻ. എന്താ പറഞ്ഞത്? ഇവിടെ മണ്ഡലത്തിനൊരു മന്ത്രി വേണം. എന്നിട്ട് പാതി വഴിയിൽ ഇറങ്ങിപ്പോയ എം വി ഗോവിന്ദൻ അധികാരത്തിന്റെ ദുരമൂത്തൊരു രാഷ്ട്രീയക്കാരനാണ് എന്നതിൽ ആർക്കാണ് സംശയം? ജി സുധാകരനെ മാറ്റി, തോമസ് ഐസക്കിനെ മാറ്റി, ശൈലജ ടീച്ചറെ ഒതുക്കി. എന്നിട്ടും 15ാമത്തെ വർഷം എം വി ഗോവിന്ദൻ ഇപ്പോഴും MLA ആയി നാട്ടിനകത്ത് ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് ഈ നാട് മുഴുവൻ നടന്ന് ജനങ്ങളെ വെല്ലുവിളിക്കുന്നത്. ഇപ്പോ ആ ADM പാവം ആ ഇടതുപക്ഷ രാഷ്ട്രീയം നെഞ്ചോട് ചേർത്ത് പിടിച്ച ആ മനുഷ്യനെ 1 മുഴം കയറിനകത്ത് കെട്ടിത്തൂക്കി കൊന്നിട്ട് ആ ഭാര്യ ഒരു CBI അന്വേഷണം ആവശ്യപ്പെടുമ്പോ ആരാണോ? നവീൻ ബാബു, SFI-കാരൻ, DYFI-കാരൻ, NGO യൂണിയൻകാരൻ, KGO-കാരൻ, ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചവൻ. ആ ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചവന്റെ ഭാര്യ, ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ADM-ന്റെ ഭാര്യ ഒരു CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി കൊടുത്തപ്പോ എന്റെയും നിങ്ങളുടെയും നികുതി പണം കൊണ്ടാണ് ഹൈക്കോടതിയിൽ അഭിഭാഷകരെ വെച്ചിട്ട് ആ കമ്മ്യൂണിസ്റ്റുകാരന് നീതി നിഷേധിക്കാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ, ഈ പാർട്ടി അവർ പറയുന്നത് CBI അന്വേഷണം വേണ്ട എന്ന്. എന്ത് കമ്മ്യൂണിസമാണോ? ചെങ്കട ഉയർത്തിപ്പിടിച്ച ചന്ദ്രശേഖരനെ കൊല വിളിച്ചവർ. നിങ്ങൾക്കെന്ത് രാഷ്ട്രീയമാണോ? അതുകൊണ്ട് ഇന്ന് കേരളത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അല്ല, ഈ ഓഫീസ് തകർക്കാൻ വരുന്നവരെ സംരക്ഷിക്കുന്ന ക്രിമിനൽ പാർട്ടി ഓഫ് ഇന്ത്യ മാറും പിച്ചായി കേരളത്തിനകത്ത് CPI
രാഷ്ട്രീയ മതപ്പതിക്കുന്ന കാഴ്ചയാണ്. ശവത്തിൽ നിന്ന് പേരിറങ്ങുന്നത് പോലെ ആ പാർട്ടിയിൽ നിന്ന് ആളിറങ്ങുകയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ലോക രാഷ്ട്രീയത്തിൽ നിന്ന് കമ്മ്യൂണിസം തെളിച്ചു മാറ്റപ്പെട്ടു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് ബംഗാളിലില്ലാത്ത പാർട്ടി, ത്രിപുരയിലില്ലാത്ത പാർട്ടി, 543 അംഗ പാർലമെന്റ് സീറ്റിൽ ആലത്തൂരിൽ ഒരൊറ്റ പാർലമെന്റിൽ ജയിച്ചു നിൽക്കുന്ന ഒരു പാർട്ടി കേരളത്തിലെ ജനങ്ങൾ അറപ്പോടെ വെറുപ്പോടെ നോക്കിക്കാണുന്ന ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം. ഇന്ത്യൻ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് കുറ്റേരി ഗോപാലന്റെ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ നിന്ന് 543 രാഷ്ട്രീയം പറഞ്ഞ് ഒരു സീറ്റ് മാത്രം ജയിച്ച ഒരു പാർട്ടി, ആ പാർട്ടിയുടെ അവസാനത്തെ മുഖ്യമന്ത്രിയാണ്. ഒരു തർക്കമില്ല. പിണറായി പാറപ്പുറത്ത് ബീജാഭവൻ നൽകിയ പാർട്ടി, അതേ പിണറായി പാറപ്പുറത്ത് മുണ്ടയിൽ കോരന്റെ മകനാൽ വിജയനാൽ അവസാനിക്കും ഇത്തരം പ്രവണതകൾ കൊണ്ട് എന്ന കാര്യത്തിനകത്ത് യാതൊരുവിധ തർക്കവുമില്ല. അതുകൊണ്ട് അവസാനിപ്പിക്കണം CPM-കാരോട്. അവസാനിപ്പിച്ചില്ലെങ്കിൽ അവസാനിപ്പിക്കേണ്ട പണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അറിയാം. ഇനി പോലീസിനോടാണ്. പിണറായി പോലീസിനോട് ഈ കേസിനകത്ത് പ്രതിയെ നിങ്ങൾക്ക് മിനിറ്റുകൾക്കുള്ളിൽ കണ്ടുപിടിക്കാമായിരുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ CCTV വിഷ്വലിൽ കൃത്യമായും അവരുടെ ഫോട്ടോ പതിഞ്ഞിട്ടുണ്ട്, അവരുടെ വീഡിയോ ദൃശ്യങ്ങളുണ്ട്. ഇവിടെ ആരാണ് പ്രതിയെന്ന് പോലീസിന് കൃത്യമായ ധാരണയുണ്ട്. അവരെ ചോദ്യം ചെയ്യാൻ ഉൾപ്പെടെ നിരീക്ഷണത്തിൽ വെച്ചിട്ട് ഈ സമയം വരെ അറസ്റ്റ് ചെയ്യാൻ മടിക്കുന്നത് ഇവിടുത്തെ സ്ഥലം MLA-യുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശത്തിനാണോ എന്ന് തുറന്നു പറയേണ്ട ബാധ്യത പിണറായി CIക്കും തലശ്ശേരി DYSPക്കും ഉണ്ട്. അതുകൊണ്ട് അറസ്റ്റ് നടപടികളിലേക്ക് കടന്നിട്ടില്ലെങ്കിൽ ഈ ഇരിക്കുന്ന ജനക്കൂട്ടം അവർ പിണറായി പോലീസ് സ്റ്റേഷനിലേക്ക് വരും, പിണറായി SIയുടെ അടുത്തേക്ക് വരും, CIയുടെ അടുത്തേക്ക് വരും. അതുകൊണ്ട് തുടർ പ്രക്ഷോഭങ്ങൾ എങ്ങനെ വേണമെന്ന് ഇവിടുത്തെ പാർട്ടിയുടെ നേതൃത്വത്തിന് നല്ല രീതിയിൽ നടത്താൻ അറിയുന്ന ഒരു നേതൃത്വം പിണറായിയിലും ധർമ്മടത്തുമുണ്ട്. അതുകൊണ്ട് അത്തരം പ്രക്ഷോഭങ്ങളിലേക്ക്, സമരങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടുചെന്നെത്തിക്കരുത് എന്ന് പിണറായിയിലെ പോലീസ് സ്റ്റേഷനിലെ പോലീസിനെ താക്കീത് ചെയ്തുകൊണ്ട് ഈ കേസിനകത്ത് മുഴുവൻ പ്രതികളെയും എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് ഈ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരെ. കണ്ണൂരിലൊക്കെ കോർപ്പറേഷനിൽ പേപ്പട്ടി ശല്യമാണ്. രാത്രികാലത്ത് വരും. ആ പേപ്പട്ടികളെ പിടിച്ചാലും അവർക്ക് ബീജാഭവൻ നൽകിയ അതിന് മേലെയുള്ള പേപ്പട്ടികളെ കണ്ടെത്താൻ സാധിക്കും. പക്ഷെ ഇത്തരം പ്രവർത്തനം നടത്തുന്നവൻ സ്വന്തം അച്ഛന്റെ പേര് ചോദിച്ചാൽ ഒരു പേര് ഉറച്ചു പറയാൻ സാധിക്കാത്ത ചില തെരുവ് പട്ടികൾ ഈ പിണറായി പാലണ്ടയിലും പരിസരത്ത് പ്രദേശത്തുമുണ്ട്. അതുകൊണ്ട് അത്തരം പേപ്പട്ടികളെ, ജനങ്ങൾക്ക് ശല്യമാകുന്ന, പൊതുജനത്തിന് ശല്യമാകുന്ന ഇത്തരം പേപ്പട്ടികളെ, തെരുവ് പട്ടികളെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന, ജനങ്ങൾ കല്ലെറിഞ്ഞ് കൊല്ലുന്ന രാഷ്ട്രീയ സാഹചര്യം ഇവിടെ ഉണ്ടാകും. അതുകൊണ്ട് അത്തരം സാഹചര്യം സൃഷ്ടിക്കരുത് എന്ന് അത്തരക്കാർക്ക് കള്ളൊഴിച്ചു കൊടുക്കുന്ന, കഞ്ചാവൊഴിച്ചു കൊടുക്കുന്ന, MDMA കൊടുത്ത്, ലഹരി കൊടുത്ത് ഇത്തരം കമ്മാടിത്തരങ്ങൾക്ക് വിടുന്ന CPM-ന്റെ നേതാക്കന്മാർ അവർ ഓർക്കണം. അവരെ താക്കീത് ചെയ്തുകൊണ്ട് നേതാക്കന്മാർ പ്രസംഗിക്കാനുള്ളത് കൊണ്ട് വാക്കുകൾ ശ്രമിച്ചതിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മനോഹരമായ രീതിയിൽ ഈ ഓഫീസ് ഇവിടെ നിർമ്മിച്ചു. ഇന്ന് ആർജവത്തോടുകൂടി രാവിലെ കരഞ്ഞുകൊണ്ട് നേതാക്കന്മാരെ വിളിച്ചവർ ഇന്ന് നേതാക്കന്മാർ ആത്മധൈര്യം കൊടുത്തപ്പോ ഇന്ന് തന്നെ ഓഫീസ് പൊളിച്ചവന്റെ നെഞ്ചകത്ത് തീ കാരിയിട്ടുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി പരിശ്രമിച്ച മുഴുവൻ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും ഈ നാട്ടിലെ സഹപ്രവർത്തകർക്കും KPCC-യുടെ പേരിൽ, സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ 1000 സ്നേഹാഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്.